14 അധ്യായം 21 വാക്യം, മോശ കൈ നീട്ടിയപ്പോൾ കർത്താവ് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റയച്ചു. അപ്പോൾ ഈ കാറ്റ് ദൈവം അയച്ച കാറ്റാണ്. ദൈവം അയക്കുന്ന കാറ്റ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അത്ഭുതങ്ങൾ കൊണ്ട് നിറയ്ക്കും, സമാധാനം കൊണ്ട് നിറയ്ക്കും, സൗഖ്യം കൊണ്ട് നിറയ്ക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു കേൾവിയിലൂടെ മാത്രമല്ല, ഇത് നിറയ്ക്കുന്ന ഒരു അനുഭവം തരും. എന്നിട്ട് ആ വാക്യം എഴുതിക്ക് നോക്കൂ, കാറ്റയച്ചു, കടലിനെ പുറകോട്ട് മാറ്റിയെന്ന്. കടലിനെ പുറകോട്ട് മാറ്റുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? ഏതേലും ഒരു കാറ്റ് കടലിനെ പുറകോട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? സയൻസിൽ പഠിപ്പിക്കുന്നത് കാറ്റിൻ്റെ പ്രതിഭാസമാണ് തിരമാല എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ വലിയ തിരമാലയുണ്ടായി അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന കാനാൻ ദേശത്തേക്ക് പോകുന്ന ഇസ്രായേൽക്കാരെ മുഴുവൻ തിരമാല വിഴുങ്ങേണ്ടതാണ്. കാരണം ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് നടന്ന് ഇപ്പോൾ നിൽക്കുന്നത് ഈ ചെങ്കടലിന് സമീപത്തുള്ള മണലിലാണ്. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് മോശ കൈ നീട്ടിയത്. അപ്പോൾ ഒരു കാറ്റയക്കുമ്പോൾ തിരമാലയുടെ വലിപ്പം കൂടി കരയ്ക്ക് നിന്ന് ഇസ്രായേൽക്കാരെ വിഴുങ്ങേണ്ടതല്ലേ? പക്ഷെ എഴുതിയിരിക്കുന്ന ഇസ്രായേൽക്കാരെ കാറ്റ് വിഴുങ്ങിയെന്നല്ല, കടലിനെ പുറകോട്ട് മാറ്റി. ഒരു ബക്കറ്റിലെ വെള്ളം പുറകോട്ട് മാറ്റാൻ പോലും ചിലപ്പോൾ സാധിക്കാത്തവരാ നമ്മൾ. അപ്പോഴാണോ കടലിലെ വെള്ളം പുറകോട്ട് മാറ്റുന്നത്? പ്രിയപ്പെട്ടവർ, ഇത് ദൈവം അയച്ച കാറ്റാണ്.